മൂവാറ്റുപുഴ നഗരത്തിൽ നാട്ടുകാരെ ആക്രമിച്ച നായ തെരുവ് നായയല്ലെന്ന് ജനപ്രതിനിധികൾ. സ്വകാര്യ വ്യക്തിയുടെ നായയാണ് ആക്രമണത്തിന് പിന്നിൽ. നായയെ ഉടൻ പിടികൂടുമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ഏതാണ്ട് 9ഓളം ആളുകളെ ഒരു നായയെ ആക്രമിച്ച് അവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരം നഗരസഭ അറിഞ്ഞ ഉടനെ തന്നെ തെരുവ് നായയാണ് എന്നുള്ള ധാരണയിലാണ് ആദ്യം മുന്നോട്ട് പോയത്. ഏതായാലും പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതൊരു സ്വകാര്യ വ്യക്തി വളർത്തിക്കൊണ്ടിരുന്ന നായയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് തുടർ ക്രമീകരണങ്ങൾ എന്ത് എന്ന് ആരാഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഇതൊരു വളർത്തുനായയാണ്. അങ്ങനെയെങ്കിൽ ഈ 9 പേരെയൊക്കെ ആക്രമിച്ചിട്ടും അതിനൊരു നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? വിവരങ്ങൾ. ക്രിസ്ത്യന, രാവിലെയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ 9 പേർക്ക് നായയുടെ കടിയേറ്റത്. ആദ്യം തെരുവുനായ എന്നാണ് കരുതിയിരുന്നെങ്കിൽ പിന്നീട് ജനപ്രതിനിധികൾ നടത്തിയ അന്വേഷണത്തിൽ തെരുവുനായയല്ല, സ്വകാര്യ വ്യക്തിയുടെ നായയാണെന്ന് മനസ്സിലാവുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് കടിയേൽക്കുകയും ചെയ്തത്. നിലവിൽ നായയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്തു നിന്നുള്ള നായപിടുത്ത സംഘം മൂവാറ്റുപുഴയിലേക്ക് എത്തി. ഈ പരിക്കേറ്റ ആളുകൾ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ നായ പുറത്തേക്ക് ഇറങ്ങി ഇത്രയും ആളുകളെ കടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന ആവശ്യമാണ്. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്.